നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചാലുള്ള ഗുണത്തെക്കുറിച്ചും അന്നപൂർണേശ്വരി സ്തോത്രം ജപിച്ചാലുള്ള ഫലത്തിനെക്കുറിച്ചുമാണ്. ശിവപത്നിയായ പാർവതി ദേവിയുടെ ഒരു മൂർത്തി ഭേദമാണ് സമൃദ്ധിയുടെ ദേവതയായി കണക്കാക്കുന്ന അന്നപൂർണേശ്വരി ദേവി. ആദിപരാശക്തിയുടെ ആഹാരം നൽകുന്ന മാതൃഭാവമാണിത്. ഒരു കൈയിൽ അന്നപാത്രവും മറുകൈയിൽ കരണ്ടിയും പിടിച്ചു നിൽക്കുന്ന അന്നപൂർണേശ്വരി ദേവീഭാവത്തെ ആരാധിക്കുന്ന ഭക്തർക്ക് തങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടതായി വരില്ല. നമ്മുടെ ജീവിതത്തിലെ അവശ്യം വേണ്ട സാധനങ്ങളുടെ പട്ടികയിൽ മുഖ്യസ്ഥാനം തന്നെ അന്നത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് ആവശ്യമായ ധാന്യങ്ങൾക്കും അവയോടനുബന്ധിച്ച മറ്റു പദാർത്ഥങ്ങൾക്കും അന്നം എന്ന പേര് തന്നെ സങ്കല്പിക്കാം. ഇവകളെല്ലാം തന്നെ സമ്പാദിക്കുവാൻ ആവശ്യമായ കഴിവിനെയും അന്നപൂർണേശ്വരി പ്രീതിയിലൂടെ നേടിയെടുക്കാം എന്ന് പറയാം. കൂടാതെ ഇവയ്ക്ക് ഒരിക്കലും മുട്ടുവരാതിരിക്കാനും ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അന്നപൂർണേശ്വരി ഭാവത്തിന് പിന്നിലുള്ള ഐതിഹ്യകഥ ഇപ്രകാരമാണ്. കാലകാലനായ ഭഗവാൻ പരമശിവൻ ശിവനും ഭിക്ഷാടനം നടത്തേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമായി. വിധിവിളയാട്ടം നിമിത്തം ഭിക്ഷ യാചിച്ചിട്ടും ലഭിക്കാത്തൊരു അവസ്ഥ വന്നു ചേർന്ന് അദ്ദേഹം കൈലാസത്തിൽ ചെന്ന് കയറിയ സമയത്തിൽ കരുണാമയിയായ ഭഗവതി അന്നം അദ്ദേഹത്തിന് നൽകുവാൻ തയ്യാറായി നിൽക്കുന്നൊരവസ്ഥ വന്നു. അത്യധികം സന്തോഷവാനായ ഭഗവാൻ തൻ്റെ പ്രാണപ്രിയയെ പ്രേമാധിക്യത്തോടുകൂടി ഇറുക്കി കെട്ടിപ്പുണർന്നു. അപ്പോൾ അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യം പ്രാപിച്ചു. അങ്ങനെയാണ് ഭഗവാൻ അർദ്ധനാരീശ്വരനായത്. ലോകനാഥനായ ശിവഭഗവാന് സ്നേഹപൂർവം അന്നമൂട്ടിയ പരാശക്തിയുടെ ഈ ഭാവത്തെയാണ് അന്നപൂർണേശ്വരിയായി സങ്കല്പിച്ചിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെയായി ജീവിക്കുന്ന മാതൃകാ ഭവനങ്ങളിൽ അന്നപൂർണേശ്വരി ദേവിയെ ആരാധിക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സ്നേഹോഷ്മളതയും പരസ്പര വിശ്വാസവും നിലനിർത്തുവാനും സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബ ഐശ്വര്യത്തിനും അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഇപ്രകാരം അന്നപൂർണേശ്വരി ദേവിയെ ഭജിക്കുന്ന കുടുംബങ്ങളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. മിക്ക ആളുകളുടെയും ധാരണ ധനത്തിൻ്റെ വലിപ്പമാണ് സമ്പന്നത അല്ലെങ്കിൽ ഐശ്വര്യം എന്നാണ്. ഇതൊരു തെറ്റായ ധാരണയാണ്. എത്രയധികം ഭൗതിക സമ്പത്ത് നേടിയെടുത്താൽ പോലും മാനസികമായ സന്തോഷമില്ല എങ്കിൽ ആ സമ്പത്തിന് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന പ്രയോജനവും ഉണ്ടായിരിക്കില്ല. മറിച്ച് തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കും കടമകൾക്കും ഉള്ള ധനം കഴിച്ചതിന് ശേഷം നീക്കിയിരിപ്പ് ഉണ്ടാക്കി മനസമാധാനത്തോടുകൂടി കുടുംബത്തിലെ അംഗങ്ങളോടും സമൂഹത്തോടുമൊപ്പം ആനന്ദം അനുഭവിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ സമ്പന്നത എന്ന് നാം അറിയേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവനും സമ്പാദിക്കുവാനായി ഓടുന്ന ആധുനിക മനുഷ്യന് നേടിയ സമ്പത്ത് വിനിയോഗിക്കുവാനുള്ളതായിരിക്കുന്ന സമയം കിട്ടുന്നില്ല. ഈ പ്രവണത മാറേണ്ടതല്ലേ? സമ്പാദിക്കുന്നത് തൃപ്തിയോടുകൂടി അനുഭവിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നത്. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം സമ്പാദിക്കുവാനും ബുദ്ധിപൂർവമായ ഉപയോഗം മൂലം ചിലവുകൾ പരിമിതപ്പെടുത്തുവാനും ദീർഘകാല പദ്ധതികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വരുമാനത്തിൽ ഒരു ഭാഗം നീക്കിവെക്കുവാനും കഴിഞ്ഞാൽ ധനവാന്മാർക്ക് പോലും അസൂയയുണ്ടാക്കുന്ന ഐശ്വര്യവാനായി ഒരാൾ മാറുവാൻ അധികം കാലം വേണ്ട. ഈ സ്ഥിതിയിലേക്ക് നീങ്ങുവാൻ സഹായിക്കുന്ന ഉത്തമ പദ്ധതിയാണ് അന്നപൂർണേശ്വരി ദേവി ഭജനം. ഓരോ നാണയത്തിലും ഓരോ ധാന്യത്തിലും ദേവി വസിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയാൽ അതിനെ ഭക്തിപൂർവം കണ്ട് വിനിയോഗിച്ചു നോക്കൂ, മാറ്റങ്ങൾ കണ്ടറിയാം. നിത്യവും അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുന്ന ഭക്തന് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ഭയവും ദാരിദ്ര്യ ദുഃഖവും അനുഭവിക്കേണ്ടി വരില്ല. പാർവതീദേവി അമ്മയായുള്ളപ്പോൾ, ഭഗവാൻ പരമശിവൻ അച്ഛനായുള്ളപ്പോൾ, ഈ ലോകം മുഴുവൻ സഹോദരങ്ങളുള്ളപ്പോൾ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? പരാശക്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.